ഇമാം ഫഖറുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു ഇബാദത്തിന് നിർവചനം പറഞ്ഞത് ഇങ്ങനെയാണ്: അൽ ഇബാദത്തു ഇബാറത്തുൻ അനിൽ ഇത്തിയാനി ബി അക്മലി വുജൂഹി തഅലീം. ആദരവിന്റെ ഏറ്റവും പൂർണ്ണമായ ഇനത്തെ കൊണ്ടുവരുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അല്ലാമ അബു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം: അൽ ഇബാദത്തു അഖ്സാ ഗായത്തി തദല്ലുലി വൽ ഖുദൂ'. താഴ്മയുടെയും വിധേയത്വത്തിന്റെയും അങ്ങേയറ്റമാണ് ഇബാദത്ത്. ഇതേ ആശയം മഹാനായ ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിലും സമഖ്ശരി അദ്ദേഹത്തിന്റെ കശാഫിലും തഫ്സീറുൽ ഖാസിൻ, തഫ്സീറുൽ മദ്ഹരി, തഫ്സീറുൽ മദാരിക്, സ്വഫുവത്തു തഫാസിർ തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ പ്രമുഖരായ ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. നവീനവാദികൾക്ക് പോലും സ്വീകാര്യനായ ആലൂസി അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ പറഞ്ഞത് അൽ ഇബാദത്തു അഅ്ലാ മറാത്തിബിൽ ഖുദൂ'. വിനയത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഇബാദത്ത് എന്നാണ്. ചുരുക്കത്തിൽ എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും വിധേയത്വവുമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്.